ഹായ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് വണ്ണിലെ ഏകദേശം റിവിഷനൊക്കെ കഴിഞ്ഞ് എക്സാമിന് തയ്യാറായി നിൽക്കുന്നവരായിരിക്കുമല്ലോ നിങ്ങൾ. ഇനി നാം ചെക്ക് ചെയ്യേണ്ടത് പ്ലസ് വണ്ണിലെ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് കൃത്യമായിട്ട് മാർക്കിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് നോക്കി വെക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. അതായത് ഓരോ ചാപ്റ്ററുകളിലും ആ ചാപ്റ്ററിൻ്റെ വെയ്റ്റിനനുസരിച്ച് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു ഭാഗം, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഇനി അഥവാ പഠിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ആ ഭാഗം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഒരിക്കലും നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പരക്കെയുള്ള പഠനത്തിന് പകരമായിട്ട് നമ്മൾ കൃത്യമായിട്ട്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ മാത്രം നോക്കി പോകലാവും ഒന്നുകൂടെ നന്നാകുക. അപ്പോൾ ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതിൻ്റെ ഒക്കെ ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു വീഡിയോ കൂടെ എടുത്തു വെച്ചിട്ട്, അതായത് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതാണ് ഇനി എൻ്റെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. കാരണം എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് നോക്കാം. ഫസ്റ്റിലത്തെ ചാപ്റ്ററിൻ്റെ പേര് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നുള്ളതാണല്ലോ ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചോദിക്കുന്നത് എന്താണ് ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത് അത് തന്നെയാണല്ലോ, ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, റിപ്പീറ്റഡ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ഏണിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു മീനിങ്. സിമ്പിളായിട്ടുള്ള ഏതാണോ പറ്റുന്നത് അത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. രണ്ടാമതായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് പലപ്പോഴും ചോദിക്കുന്നൊരു കാര്യം വാട്ട് ആർ ദ ക്യാരക്ടറൈസ്റ്റിക്സ് ആണ്, ക്യാരക്ടറൈസ്റ്റിക്സ് ഓഫ് ബിസിനസ് എന്നുള്ളതാണ്. അതിപ്പോൾ പല ഏഴോളം പോയിന്റുകൾ അവിടെ ഉണ്ട്. അതായത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്, പ്രൊഡക്ഷൻ നടത്തും, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതേപോലെ തന്നെ റിസ്ക് എലമെൻ്റ് ഉണ്ട്, അതേപോലെ പ്രോഫിറ്റ് ആണ് മോട്ടീവ് എന്നുള്ള രീതിയിലുള്ള കുറച്ച് നിർബന്ധമായിട്ട് അതിൽ മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ളത് ബിസിനസ് എന്താ, ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകതകൾ എന്താ എന്നൊക്കെ രീതിയിൽ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഈ പറയുന്ന ഒരു 5 എണ്ണം അവിടെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ മാർക്ക് അടിസ്ഥാനത്തിലൂടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ആൾക്കാർ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ എക്കണോമിക് ആവശ്യാർത്ഥം, അതായത് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ആൾക്കാർ 3 കാര്യങ്ങളാണ് ചെയ്യാന്നുള്ളതാണ്. അത് ഒന്നുകിൽ ഒരു ബിസിനസ്സാണ് ആൾക്കാർ ചെയ്യുക, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നല്ലോണം പഠിച്ചിട്ട് അല്ലേ പ്രൊഫഷണൽ രീതിയിലേക്ക് അവർ വരും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ട്. അതായത് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക ആവശ്യാർത്ഥം ചെയ്യുന്ന കാര്യങ്ങൾ. ഈ സാമ്പത്തിക ആവശ്യാർത്ഥം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മൊത്തം എടുക്കുകയാണെങ്കിൽ ഒരു 3 രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ബിസിനസ് ആവാം ഒന്നുകിൽ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആവാം, അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് ആവാം. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇത് 3ഉം തമ്മിലുള്ള ഡിഫറൻസ് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് പലപ്പോഴും ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ ഒരു 4ഓ 5ഓ നിർബന്ധമായിട്ട് ഡിഫറൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കി വെക്കണം. അതായത് സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നതായാലും മതി. അതായത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, നമുക്ക് ഏതൊരു സമയത്തും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അതിന് ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. എംപ്ലോയ്മെൻറ്റിന് ആ ജോലി ചെയ്യാൻ പ്രാപ്തമായാൽ മതി നമ്മൾ എന്നുള്ള രീതിയിൽ. അതേപോലെ ബിസിനസ്സിന് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല, ഇതിന് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും വേണം, ആ രീതിയിലുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്, ഇതിൻ്റെ റിട്ടേൺ ഫീസാണ്, ഇതിൻ്റെത് വേജസ് ഓർ അല്ലെങ്കിൽ സാലറിയാണ് എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ടുള്ള. അതേപോലെ ഓരോന്നിനും ബിസിനസ്സിന് എക്സാമ്പിൾ, പ്രൊഫഷണൽ എക്സാമ്പിൾ, എംപ്ലോയ്മെൻറ്റിന് എക്സാമ്പിൾ, അതായത് ഏറ്റവും സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ഏതെങ്കിലും ഒരു 5ഓ 6ഓ ഡിഫറൻസ് കൂടെ ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു 4 മാർക്കിന് വരെ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മൊത്തം എത്ര മാർക്കിന് ചോദിക്കും, അത് 8 മുതൽ 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിച്ചാൽ നമുക്ക് 10 മാർക്ക് വരെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. പിന്നീട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ബിസിനസ് എന്നുള്ള രീതിയിൽ ആൾക്കാർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് രണ്ടാക്കി തിരിക്കാം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ അടുത്തതായിട്ട് പറയുന്നത്. അത് മേ ബി ഇൻഡസ്ട്രി ആവാം,
അല്ലെങ്കിൽ കൊമേഴ്സ് ആവാം എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ നോക്കേണ്ടത്, ഈ ഒരു ഭാഗത്തിൽ പ്രൈമറി ഇൻഡസ്ട്രി, അതേപോലെ സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിഷറി ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ അവിടെ അല്ലേ. പ്രൈമറി ഇൻഡസ്ട്രീനെ പിന്നെ എക്സ്ട്രാക്റ്റീവ്, ജെനറ്റിക് എന്നുള്ള രീതിയിൽ, സെക്കൻഡറിനെ മാനുഫാക്ചറിങ്, അതേപോലെ കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ, ടെറിഷറിനെ ഇൻഷുറൻസ്, ബാങ്ക്, ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ഓരോ പോയിന്റുകളും, അതായത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്താണ്, ജെനറ്റിക് ഇൻഡസ്ട്രി എന്താണ് എന്നുള്ള രീതിയിൽ ഓരോന്നിനെയും ഫെമിലിയർ ആകുക. അത് മാത്രം പോരാ, അധികവും വൺ വേർഡിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്. അതായത് ലൈക്ക് ഓയിൽ റിഫൈനറി പോലത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇത് ഏത് ടൈപ്പ് ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ആ ലെവലിൽ ഒന്ന് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഫെമിലിയർ ആകുക. അതേ സമയത്ത് കൊമേഴ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കൊമേഴ്സിനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ട്രേഡ് എന്നും രണ്ടാമത്തേത് എയ്ഡ്സ് ടു ട്രേഡ് എന്നും. എയ്ഡ്സ് ടു ട്രേഡ് എന്നുള്ള രീതിയിൽ ട്രേഡിനെ നമുക്ക് കൊമേഴ്സിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. അതിൽ ട്രേഡ് പിന്നെ ഇൻറ്റേർണൽ ട്രേഡ് ഉണ്ട്, എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ ട്രേഡിനെ രണ്ടാക്കുകയും എയ്ഡ്സ് ടു ട്രേഡിനെ അഞ്ചാക്കി തിരിക്കുകയും ബാങ്ക്, ഇൻഷുറൻസ്, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് പലപ്പോഴും, അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം പിന്നെ എസ്സേക്ക് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ്. അതായത് ഈ ഒരു ചാർട്ടിനെ വരക്കുകയും എന്നിട്ട് ഓരോ പോയിന്റിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 8 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം പ്രത്യേകം ചാർട്ട് വരച്ച് തന്നെ പഠിക്കണം. ബേസിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ള രീതിയിലേ ഉള്ളൂ. അതിൽ ഇൻറ്റേർണൽ ട്രേഡും ഉണ്ട്, എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കച്ചവടത്തിനെയാണ് ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുക. ആ ഇൻറ്റേർണൽ ട്രേഡ് 2 രീതിയിലാണുള്ളത്. ഒന്നുകിൽ പിന്നെ ഹോൾസെയിൽ ആവാം, അല്ലെങ്കിൽ റീറ്റെയിൽ ആവാം. സിമ്പിളാണ് ആ കാര്യം. ദെൻ എക്സ്റ്റേണൽ ട്രേഡിന് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, എൻട്രി പോർട്ട് എന്നുള്ള രീതിയിൽ അവിടെയും നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന കാണാം. ദെൻ നെക്സ്റ്റ് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിനെ സഹായിക്കുന്ന ആൾക്കാരാണ്. അത് ഒന്ന് ബാങ്കാണ്, ഇൻഷുറൻസ് ആണ്, ട്രാൻസ്പോർട്ട്. അത് 1 by 1 ആയിട്ട് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗവും ചാർട്ട് വരച്ച് തന്നെ, അതായത് ഒരു 8 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ചാർട്ട് വരച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഇതിന് ശേഷം ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം ഏതാന്ന് ചോദിച്ചാൽ പിന്നെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ്. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ഈ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ബിസിനസ്സിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിന് സാധാരണ എല്ലാവരും പറയും പിന്നെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും പ്രോഫിറ്റ് എന്ന്. പ്രോഫിറ്റ് മാത്രമല്ല, നമുക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യം ഏതെങ്കിലും ഒരു 4 or 5 നമ്മൾ നിർബന്ധമായിട്ട് നോക്കി വെക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സിസ്റ്റൻസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സ്ഥാപനം എന്ത് ചെയ്യുക, എല്ലാ കാലവും നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ 1ാമത്തെ ഉദ്ദേശം. അതേപോലെ 2ാമത്തെ ഉദ്ദേശം നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്, അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്ന് പറയാം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കണ്ടെത്തുക. അതേപോലെ തന്നെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ള രീതിയിൽ ഒരു 7ഓളം ഒബ്ജക്റ്റീവുകൾ പറയുന്നുണ്ട്. അതിൽ 4 or 5 നിർബന്ധമായിട്ട് നോക്കി വെക്കുക. അതാണ് അടുത്തൊരു ഭാഗം. ദെൻ നെക്സ്റ്റ്, ഇതിൽ ഓൾറെഡി നമ്മൾ ഈ ഒരു ചാർട്ട് വരക്കുന്ന സമയത്ത്, ബിസിനസ്സിനെ നമ്മൾ ചാർട്ട് വരക്കുന്ന സമയത്ത് പിന്നെ ഇൻഡസ്ട്രി, അതേപോലെ കൊമേഴ്സ് എന്ന് പറഞ്ഞു. ദെൻ ഈ ഒരു സമയത്ത് ചോദിക്കുന്ന വേറെ ഒരു 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്തൊരു ഭാഗമാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന വേറൊരു ഭാഗം. ഈ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻഗേജ് ചെയ്യുന്ന ഒരു കാര്യം ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ട്രേഡ് മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ട്രേഡ് മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ 1ാമത്തെ പ്രശ്നം എന്താ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് ഇല്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഇനി കൂടുതൽ ആൾക്കാർ ഇറങ്ങാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിൽ റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ അടുത്ത വിഷയം എല്ലാ സ്ഥലങ്ങളിലേക്കും സാധനത്തിന് എത്തിക്കുക എന്നുള്ളതാണ്. പ്ലേസ് ആണ് അടുത്ത പ്രശ്നം. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കൊമേഴ്സിൻ്റെ ഫംഗ്ഷൻ. അതായത് ഒരു വിദ്യാർത്ഥി നല്ല രീതിയിൽ കൊമേഴ്സ് പഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പഠിക്കാം. അങ്ങനെ പറഞ്ഞാൽ കൊമേഴ്സിൻ്റെ ഫംഗ്ഷൻ 1ാമത്തേത് വരുന്നത് റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ മലയാളം, ഫിനാൻസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ
അതേപോലെ തന്നെ റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്, റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്നുള്ള രീതിയിൽ കുറേ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ഈ പറയുന്ന പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് കൊമേഴ്സിൻ്റെ ഫങ്ഷൻസ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ ഒരു ഭാഗം അതിൽ ഏകദേശം 7 പോയിന്റ് പറയുന്നുണ്ട്. 4 5 നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കണം. ചാപ്റ്റർ നമ്പർ 2ഉം 3ഉം നമുക്ക് ഒരുമിച്ച് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ അടുത്തത് ചാപ്റ്റർ 2ഉം 3ഉം നമുക്ക് ഒരുമിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമുക്കറിയാം ഇന്ത്യൻ എക്കണോമി, എക്കണോമിക്സിലൊക്കെ പഠിക്കുന്നതാണ് ഇന്ത്യൻ എക്കോണമി. ഈ ഇന്ത്യൻ എക്കണോമീൻ്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും നമുക്ക് രണ്ടാക്കി തിരിക്കാം. നമ്മുടെ നാട്ടിൽ കാണുന്ന മുഴുവൻ സ്ഥാപനങ്ങളെയും നമുക്ക് രണ്ടാക്കി തിരിക്കാം. അത് ഒന്നുകിൽ ഒരു പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും, പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസ് ആയിരിക്കും, അല്ലെങ്കിലോ അതൊരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ആയിരിക്കും. ഇതിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള സ്ഥാപനങ്ങൾ, നമ്മൾ നാട്ടിൽ കാണുന്ന നോർമൽ നമ്മൾ കാണുന്ന മുഴുവൻ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളെയും നമുക്ക് 5 രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിലൊന്നാമത്തത് അതൊന്നുകിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആവും, അല്ലെങ്കിൽ അതൊരു പാർട്ണർഷിപ്പ് ആവും, അതും അല്ലെങ്കിൽ അതൊരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നുള്ള രീതിയിലാവും, അതും അല്ലെങ്കിൽ അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആവും, അതും അല്ലെങ്കിൽ അതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആവും. അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന മുഴുവൻ പ്രൈവറ്റ് സെക്ടർ സ്ഥാപനങ്ങളെയും ഈ ഒരു 5 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഇതേപോലെ പബ്ലിക് സെക്ടറിനെ നമുക്ക് 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഒന്നുകിൽ അതൊരു ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സ് ആവും, അതും അല്ലെങ്കിലോ അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആവും, അതും അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ നമുക്ക് ഗവൺമെൻറ് കമ്പനി എന്ന് പറയാം. റെഡി? അതായത് പ്രൈവറ്റ് സ്ഥാപനങ്ങളെ നമുക്ക് 5 ആക്കിയിട്ടും പബ്ലിക് സ്ഥാപനങ്ങളെ നമുക്ക് 3 ആക്കിയിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 5 സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ചാപ്റ്റർ നമ്പർ 2. ദെൻ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ചാപ്റ്റർ നമ്പർ 3. ദെൻ ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും? ഈ ചാപ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഈ 2ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്ക് മുതൽ 12 മാർക്കിൻ്റെ വരെ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ അതേപോലെ പബ്ലിക് സെക്ടർ ഇതിലേക്ക് വരുമ്പോൾ ഇത് മാക്സിമം 6 മുതൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ പറയുന്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നും അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റ്സും നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേക്ക് ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എസ്സേക്ക് പലപ്പോഴും ചോദിക്കുമ്പോൾ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതേപോലെ തന്നെ അതിൻ്റെ മെറിറ്റ് എന്താ ഡീമെറിറ്റ് എന്താ എന്നുള്ള രീതിയിലാണ് ചോദിക്കാറുള്ളത്. അതേപോലെ 2ാമത്തത് പാർട്ണർഷിപ്പാണ്. പാർട്ണർഷിപ്പിൻ്റെ ഇതേപോലെ ഇതിൻ്റെ മെറിറ്റ് എന്താ, ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ്. അതായത് ചുരുങ്ങിയത് ഒരു 4 മെറിറ്റും ഒരു 4 ഡീമെറിറ്റും, അതേപോലെ പാർട്ണർഷിപ്പിൻ്റെ ഒരു 4 മെറിറ്റ്, അതേപോലെ തന്നെ ഒരു 4 ഡീമെറിറ്റ്സ് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. അതേ സ്ഥാനത്ത് HUF നോക്കുന്ന സമയത്ത് എന്താണ് HUF എന്നും അതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളിവിടെ നോക്കി വെക്കേണ്ടത്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് പോയാലോ, കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെത് നോക്കേണ്ടത് ഇതിൻ്റെയും മെറിറ്റും ഡീമെറിറ്റ്സും ആണ്. ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കാണാം എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ മെറിറ്റും ഡീമെറിറ്റും ആണ്. ഇനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ട് നോക്കേണ്ടത് ഈ കഴിഞ്ഞ ഈ മുമ്പത്തെ വർഷമൊക്കെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എസ്സേ ആയിട്ട്. അപ്പോൾ അതിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. 7 ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കോമൺ സീൽ എന്നൊക്കെ പറയുന്ന ഫീച്ചേഴ്സ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ നമുക്ക് 2 ആക്കി തിരിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് എന്നും അതേപോലെ തന്നെ പബ്ലിക് സെക്ടർ എന്നുള്ള രീതിയിലും. സോറി, അവിടെ ഒന്ന് കട്ട് ചെയ്യണേ. റെഡി? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീനെ ഇവിടെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീനെ എന്നുള്ള പറയുന്നത്, അവിടെ മുതലാണേ കട്ട് ചെയ്യണം. എന്നിട്ട് ഇതിവിടെ ആഡ് ചെയ്യാം. റെഡി? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീനെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാമത്തത് പ്രൈവറ്റ്, റെഡി അഗെയിൻ,
ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീനെ നമുക്ക് രണ്ടാക്കി തിരിക്കാൻ വേണ്ടി പറ്റും. അതായത് പ്രൈവറ്റ് കമ്പനി എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ പബ്ലിക് കമ്പനി എന്നുള്ള രീതിയിലും. ഇതും പലപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. അതായത് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇത്ര എന്നുള്ള രീതിയിൽ, അതേപോലെ തന്നെ പബ്ലിക് ഇന്ന് ഷെയർ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ഡിഫറൻസ് ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഈ ഒരു ഭാഗവും നിർബന്ധമായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് പറഞ്ഞത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ് 100% പഠിക്കേണ്ട ഭാഗമാണ്. ദെൻ പാർട്ണർഷിപ്പ്, മെറിറ്റ് ഡിമെറിറ്റ് നിർബന്ധമായിട്ട് പഠിക്കണം. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീനെ കുറിച്ച് അത്രത്തോളം ചോദ്യം ഉണ്ടാവാറില്ല, എന്നിരുന്നാലും ജോയിൻറ്റ് സ്റ്റോക്കിൻ്റെ ഒരു ഭാഗം നോക്കി വെക്കണം. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിനെല്ലാം ചോദിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ മെറിറ്റും ഡിമെറിറ്റും നോക്കിയിട്ടില്ലെങ്കിൽ ഒരു 4 ഫീച്ചേഴ്സ് എങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് നോക്കി വെക്കണം. ദെൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതിൻ്റെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ 2 ടൈപ്പും, അതായത് പബ്ലിക് കമ്പനി ആണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും നോക്കി വെക്കണം. ദെൻ ഈ ഒരു ക്രിസ്മസ് എക്സാമിനല്ലോ പാർട്ണർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇതാണ്. പാർട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചാണ്. പാർട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ച് ചോദിച്ചത് കാണാം. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റിട്ടൺ ഡോക്യുമെന്റ് പ്രിപ്പയർഡ് ബൈ ദി പാർട്ട്നേഴ്സ് ആണ് അല്ലേ? അതിൽ എന്തൊക്കെയാണോ നമ്മൾ പാർട്ണർഷിപ്പ് നടത്തുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി എഴുതി വെക്കുന്ന ഡോക്യുമെന്റിനാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുക. അപ്പോൾ നിർബന്ധമായിട്ട് പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നും അതിൽ കുറച്ച് കണ്ടന്റ്, അത് വലിയ കാര്യമൊന്നുമില്ല. ആ സ്ഥാപനത്തിൻ്റെ പേര്, പാർട്ണേഴ്സിൻ്റെ അഡ്രസ്സ്, ഓരോരുത്തർ എത്രയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്, ലാഭം നഷ്ടം എങ്ങനെയാണ് ഷെയർ ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കുന്നുണ്ടോ, ഈ ലെവലിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതിനാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുക. ദെൻ ഈ ഒരു ഭാഗത്ത് നിന്ന് പിന്നെ ആകെ ഒഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ടൈപ്പ് ഓഫ് പാർട്ണേഴ്സ് ആണ്. അതായത് ആക്റ്റീവ് പാർട്ണർ, സ്ലീപ്പിംഗ് പാർട്ണർ, പിന്നെ നോമിനൽ പാർട്ണർ എന്നൊക്കെ, പാർട്ണർ ബൈ എസ്റ്റോപ്പൽ എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം കൂടെ നോക്കി വെക്കുക. ഇത്രയും ഭാഗമാണ് നമ്മൾ ചാപ്റ്റർ നമ്പർ 2 നിന്ന് നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ ചോദിക്കും. അതേപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് ടോട്ടലായിട്ട് 10 മുതൽ 12 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. ഇനി ചാപ്റ്റർ നമ്പർ 3 പോകുമ്പോൾ, ചാപ്റ്റർ നമ്പർ 3 ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ 51% ആൻഡ് അബവ് ഗവൺമെൻറ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഹോൾഡ് ചെയ്തിട്ടുള്ള കമ്പനിക്കാണ് നമ്മൾ എന്തെന്ന് പറയുക പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറയുക. അതിൽ ഒന്നാമത്തെ ടൈപ്പ് പബ്ലിക് സെക്ടറാണ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ്. എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേ, അതായത് ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തരം ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് എന്ന് പറയുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ നിർബന്ധമായിട്ട് എന്താ നോക്കേണ്ടത്? ഇതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഈ ചാപ്റ്ററിന് എസ്സേ ലെവലിലൊന്നും ചോദിക്കാറില്ല, 6 മുതൽ 7 മാർക്കിൻ്റെ വരെ ചോദ്യം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതെന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും വാട്ട് ആർ ദ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് എങ്ങനെയൊക്കെ ചോദിക്കും? ഇന്ത്യൻ റെയിൽവേക്ക്, പിന്നെ ഇന്ത്യൻ റെയിൽവേ എന്ത് തരം സ്ഥാപനമാണെന്ന്, അതിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ കൂടെ പഠിക്കണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സും അതിൻ്റെ ഒരു 5 ഫീച്ചേഴ്സ്, 4-5 ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെയും 4-5 ഫീച്ചേഴ്സ്, ദെൻ ഗവൺമെൻറ് കമ്പനീൻ്റെയും 4-5 ഫീച്ചേഴ്സും അതിൻ്റെ എന്തും പഠിക്കണം, എക്സാമ്പിൾസും നിർബന്ധമായിട്ട് പഠിക്കണം. ഇതാണ് ഈ ഒരു ഭാഗത്തു നിന്നുണ്ടാവുക. അത് ദെൻ ലാസ്റ്റ് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് PPP. അതായത് ചില സമയങ്ങളിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ചില കൺസ്ട്രക്ഷൻ ആവശ്യാർത്ഥമൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കൂടെ കൂട്ടുപിടിക്കുന്നതാണ്. അപ്പം പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സ്ഥാപനങ്ങളും പാർട്ണർഷിപ്പായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾക്കാണ് PPP എന്നത്. അതായത് പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെൻറ് റോഡൊക്കെ ഉണ്ടാക്കുന്നത് ചില പ്രൈവറ്റ് പാർട്ടിയുടെ സഹായത്തോടുകൂടെ അവരുമായിട്ട് എഗ്രിമെൻ്റ് ആയിട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്കാണ് PPP എന്ന്. കഴിഞ്ഞ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് PPP എന്നാണ് ചോദിച്ചത്. അപ്പോൾ പറ്റുമെങ്കിൽ അതിൻ്റെ നിർബന്ധമായിട്ട് ഫുൾ ഫോം ചെയ്ത പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നും അതിൻ്റെ മീനിങ്ങും എഴുതി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും നോക്കിയാൽ ഈ ഒരു ചാപ്റ്ററിന് 6 മുതൽ 7 മാർക്ക് വരെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് ചാപ്റ്റർ നമ്പർ 4 ആണ്. ചാപ്റ്റർ നമ്പർ 4 എന്ന് പറയുന്നത് ബിസിനസ് സർവീസിനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നേരത്തെ ചാപ്റ്റർ നമ്പർ 2 പറഞ്ഞതുപോലെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള, പലപ്പോഴും എസ്സേ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നൊരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും 10 മുതൽ 12 മാർക്കിൻ്റെ വരെ ചോദ്യം മെയിൻ എക്സാമിന് ഉണ്ടാവും. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു എസ്സേ കൂടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ബിസിനസ് സർവീസ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പലപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ കൂടെയുള്ളൊരു ഭാഗമാണ് ഈ സർവീസിൻ്റെ ഫീച്ചർ. അതിന് വേണ്ടിയിട്ട് പിന്നെ പ്രൊഡക്റ്റിനെ 2 ആക്കി തിരിക്കുന്നുണ്ട്. പ്രൊഡക്റ്റിനെ നമുക്ക് 2 ആക്കി തിരിക്കാം. അത് മേ ബി ഒരു ഗുഡ്സ് ആവാം,
അല്ലെങ്കിൽ അതൊരു സർവീസ് ആവാം. നമ്മൾ ബിസിനസ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം. ഈ പ്രൊഡക്റ്റ് മേ ബി അതൊരു ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം. അപ്പോൾ ഇതിനെ കമ്പാരിസൺ നടത്തുന്ന ഒരു കമ്പാരിസൺ ഉണ്ട്, അത് എന്തായാലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിൽ കാണാം ഗുഡ്സ് ടാഞ്ചിബിൾ ആണ്, ഇത് ഇൻടാഞ്ചിബിൾ ആണ്, സപ്പറബിൾ, ഇൻസപ്പറബിൾ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കാണാം. ഈ ഡിഫറൻസിനെ കാണിക്കുന്നത് തന്നെയാണ് സർവീസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സർവീസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി? ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ആണെന്ന് പറയാം, അതേപോലെ തന്നെ ഇൻസപ്പറബിൾ ആണ്, അതിന് സ്റ്റോക്ക് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ഭാഗം പലപ്പോഴും 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഈ സർവീസ് കൊടുക്കുന്ന പല ടൈപ്പ് ആൾക്കാരെ നമുക്ക് കാണാം. ചില ആൾ ബിസിനസ് ആയിട്ട് സർവീസിനെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണാം, പേഴ്സണൽ സർവീസ്, അതേപോലെ തന്നെ സോഷ്യൽ സർവീസ് എന്നൊക്കെ കാണാം. അപ്പോൾ അതിൽ ഈ ബിസിനസ് സർവീസാക്കി, അതായത് സർവീസ് ബിസിനസ്സാക്കി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് 5 ആക്കി തിരിക്കാൻ വേണ്ടി പറ്റും. ബിസിനസ് ഒരു സർവീസ് രൂപത്തിൽ കൊടുത്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്ന ടീമിനെ നമുക്ക് 5 ആക്കി തിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ആൾക്കാരാണ് നമ്മളെ ബാങ്ക് എന്ന് പറയുന്നത്, ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടീമാണ് ഇൻഷുറൻസ്, മൂന്നാമത്തതാണ് ട്രാൻസ്പോർട്ടേഷൻ, നാലാമത്തതാണ് കമ്മ്യൂണിക്കേഷൻ, അഞ്ചാമത്തതാണ് വെയർഹൗസ്. ഇങ്ങനെ പിന്നെ ബിസിനസ് സർവീസാക്കി കൊടുക്കുന്ന ആൾക്കാരെ നമുക്ക് 5 ആക്കി തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിലൊന്നാമത്തത് ബാങ്കാണ്, രണ്ടാമത്തെ ഇൻഷുറൻസ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ദെൻ വെയർഹൗസ്. ഇതിൽ ഫസ്റ്റിലത്തതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എസ്സേ വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് ബാങ്കിനെ കുറിച്ചും ഒന്ന് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ബാങ്കിനെ നമുക്ക് 4 ആക്കി തിരിക്കാൻ വേണ്ടി പറ്റുമെന്നാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന മുഴുവൻ ബാങ്കിനെയും 4 ആക്കി തിരിക്കാൻ പറ്റും. ഒന്ന് സെൻട്രൽ ബാങ്ക്, രണ്ടാമത്തത് കൊമേഴ്ഷ്യൽ ബാങ്ക്, മൂന്നാമത്തത് കോപ്പറേറ്റീവ് ബാങ്ക്, നാലാമത്തത് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ അതിൽ ഫസ്റ്റിലത്തത് സെൻട്രൽ ബാങ്കാണ്, അതായത് RBI, അതായത് എല്ലാ ബാങ്കിനെയും നിയന്ത്രിക്കുന്ന ബാങ്കിനെയാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുക. ദെൻ കൊമേഴ്ഷ്യൽ ബാങ്ക്, അതവിടെ നിൽക്കുക. ദെൻ നെക്സ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഓപ്പൺ ചെയ്യുന്ന ബാങ്കിനാണ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്നൊക്കെ പറയാം. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മളെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? അവർ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് 2 കാര്യമാണ്. അവർ ഡീലിംഗ് മണി ആൻഡ് ക്രെഡിറ്റ് ആണ്. പൈസേനെ സ്വീകരിക്കുകയും അതിന് ലോണായിട്ടൊക്കെ അനുവദിച്ച് കൊടുക്കുന്ന, നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ടീമാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്നുള്ളതും അതിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളതാണെന്നുള്ള, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്നുള്ളതും ആ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതെങ്കിലും രീതിയിൽ, അതായത് പല രീതിയിലും എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്, 8 മാർക്കിനും ചോദിക്കും, അല്ലെങ്കിൽ 3 മാർക്കിനോ 4 മാർക്കിനോ ഏതെങ്കിലും രീതിയിൽ എല്ലാപ്പോഴും ചോദ്യം വരുന്നൊരു ഭാഗമാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഫങ്ഷൻസിനെ പല ടെക്സ്റ്റ് ബുക്കിൽ പല രീതിയിൽ നമുക്ക് കാണാം. ചിലതിൽ പ്രൈമറി സെക്കൻഡറി എന്നുള്ള രീതിയിൽ തരംതിരിച്ചതായിട്ട് കാണാം, അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ മൊത്തം ഫങ്ഷൻസിനെ നമുക്ക് 5 ആക്കിയിട്ട് തിരിക്കാം. അതിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഒന്ന് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആണ്, രണ്ടാമത്തത് ലെൻഡിങ് മണിയാണ്, മൂന്നാമത്തത് ചെക്ക് ഫെസിലിറ്റിയാണ്, അതേപോലെ തന്നെ റെമിറ്റൻസ് ഓഫ് ഫണ്ട്, പിന്നെ അതർ ഫങ്ഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പേഴ്സണൽ സർവീസ് മറ്റുള്ളതൊക്കെ ഉൾപ്പെടുത്താം. അതിൽ പിന്നെ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റിനെ 4 ആക്കി തിരിക്കാൻ പറ്റും. അതായത് സേവിങ് ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, അതേപോലെ തന്നെ കറണ്ട് ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിലൊക്കെ തിരിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇതാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടെന്ന് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുക. ഇനി രണ്ടാമത്തേലേക്ക് പോകുന്ന സമയത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസിന് കോമൺ ആയിട്ട് നമുക്ക് 2 ആക്കി തിരിക്കാം, ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളതും ജനറൽ ഇൻഷുറൻസ് എന്നുള്ളതും. ദെൻ ഈ ഇൻഷുറൻസ് വാലിഡ് ആവണമെങ്കിൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. അതായത് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ആ ഇൻഷുറൻസ് എന്ത് ചെയ്യുള്ളൂ, വാലിഡ് ആവുള്ളൂ. അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുവേർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ കോൺട്രാക്റ്റിൽ പറയുന്ന കണ്ടീഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആ കണ്ടീഷൻസിനെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, കഴിഞ്ഞ 2 വർഷം എടുക്കുക. 2024 എസ്സേ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ്, 2024 25 രണ്ടും
ചോദിച്ചിട്ടുള്ളത്. ഇനി ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോഴും അവിടെയും കാണാം പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് കൊടുത്തിട്ടുള്ളത്. അതായത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അതേപോലെ തന്നെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അതേപോലെ മിറ്റിഗേഷൻ ഓഫ് ലോസ്, കോൺട്രിബ്യൂഷൻ, അതേപോലെ ഇൻഡംനിറ്റി എന്നൊക്കെ പറയുന്ന ഏഴോളം പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എസ് എ രീതിയിലും അല്ലെങ്കിൽ ഏതെങ്കിലും 2 or 4 പ്രിൻസിപ്പിൾസ് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കാറുള്ളത് ഈ ഒരു ഭാഗത്തുനിന്ന്. അതുകൊണ്ട് ആ ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടെന്ന് നിർബന്ധമായിട്ട് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ 2 സാധനം തന്നെയാണ്. ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസും, രണ്ടാമത്തത് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസുമാണ്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് നോക്കി വെക്കുക. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രൊഡക്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ പറയുന്നുണ്ട്. അത് ഇങ്ങനെ രീതിയിൽ സഹായിക്കുന്നുണ്ട്, പ്രൈസ് സ്റ്റെബിലൈസേഷൻ സഹായിക്കും എന്നുള്ള രീതിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അതും കൂടെ നോക്കി വെക്കുക. ദെൻ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞതുപോലെ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുക. ഈ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന 2 ടീമാണ് ഓൾറെഡി ഉള്ളത്. ഒന്ന് പോസ്റ്റൽ സർവീസാണ്, നമ്മൾ ഓൾറെഡി കാണുന്ന ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അതേപോലെ തന്നെ ടെലികോം സർവീസസ് ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് പലപ്പോഴും ചോദിക്കാറുള്ളത് ഇതിൽ പല ടൈപ്പ് ടെലികോം DTH പോലത്തെ, അതേപോലെ പല ടൈപ്പ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ ടെലികോം സർവീസ് ഉപയോഗിക്കുന്ന പല ആൾക്കാർ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ ഫുൾ ഫോം ഒക്കെയാണ് പല രീതിയിലും പല സമയങ്ങളിലായിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാറുള്ളത്. ദെൻ നെക്സ്റ്റ് പോസ്റ്റൽ സർവീസിൽ അവർ കൊടുക്കുന്ന സർവീസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതും കൂടെ നോക്കി വെക്കുക. ദെൻ ഈ 2 എണ്ണത്തിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ഇത് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെയർഹൗസ് ആണ്. എന്താ വെയർഹൗസ് എന്ന് ചോദിച്ചാൽ സാധനങ്ങൾ പിന്നെ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലേസിനെയാണ് വെയർഹൗസ് എന്ന് പറയാം. ആ ഭാഗത്തിൽ ഇങ്ങനെ കാണാം. അപ്പോൾ വെയർഹൗസ് എന്തായാലും നിർബന്ധമായിട്ട് നോക്കണം. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വെയർഹൗസ് വേണം. അതിൽ പ്രൈവറ്റ് വെയർഹൗസ്, പബ്ലിക് വെയർഹൗസ്, ബോണ്ടഡ് വെയർഹൗസ്, അതേപോലെ കോപ്പറേറ്റീവ് വെയർഹൗസ് എന്നുള്ള രീതിയിൽ, ഗവൺമെൻറ് വെയർഹൗസ് എന്നുള്ള രീതിയിൽ കാണാം. അതിൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബോണ്ടഡ് വെയർഹൗസ് എന്താണെന്നുള്ളത്. അപ്പോൾ ബോണ്ടഡ് വെയർഹൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ തുറമുഖങ്ങളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ കസ്റ്റംസ് അതോറിറ്റീൻ്റെ കീഴിൽ ഈ ടാക്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത് വരെ തൽക്കാലം സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ബോണ്ടഡ് വെയർഹൗസ് എന്ന് പറയാം. അപ്പം പലപ്പോഴും 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് എന്താ ബോണ്ടഡ് വെയർഹൗസ്. അപ്പോൾ ആ ഒരു മീനിങ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഒന്ന്. ദെൻ നെക്സ്റ്റ് അവിടെ തന്നെ പിന്നെ അടുത്തത് വെയർഹൗസിൻ്റെ കീഴിൽ നോക്കേണ്ട ഒരു കാര്യം, പിന്നെ ഈ ഓൾറെഡി പറഞ്ഞത് ടൈപ്സ് ഓൾറെഡി പറഞ്ഞു. അതേപോലെ ഈ ഭാഗത്തും എന്ത് ചോദിക്കാറുണ്ട്, ഫങ്ഷൻസ് ഓഫ് വെയർഹൗസ് ചോദിക്കാറുണ്ട്. ഫങ്ഷൻസ് ഓഫ് വെയർഹൗസും ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് വെയർഹൗസിൽ നമുക്ക് കാണാം സ്റ്റോക്ക് പില്ലിംഗ്, അതേപോലെ തന്നെ പിന്നെ ഈ ബ്രേക്ക് ദി ബൾക്ക് എന്നൊക്കെ പറയുന്ന, അതായത് ഒന്നായിട്ട് കൊണ്ടുവന്നതിനെ മുറിച്ച് കാര്യങ്ങളാക്കി കൊടുക്കുന്നു. അതേപോലെ തന്നെ മറ്റുള്ള കുറേ ഫങ്ഷൻസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ആ ഭാഗവും കൂടെ നോക്കണം. അപ്പോൾ വെയർഹൗസിലേക്ക് എത്തുന്ന സമയത്ത് വെയർഹൗസിൻ്റെ ടൈപ്പും അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ടോട്ടൽ ചോദിക്കുന്നത് 10 മുതൽ 12 മാർക്കിൻ്റെതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ബാങ്ക് എന്താണെന്നും ആ ബാങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്നുള്ളതും കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷനാണ്. പിന്നീട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഷുറൻസും ആ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസാണ്. വേണമെങ്കിൽ ഇൻഷുറൻസ്, ഈ ജനറൽ ഇൻഷുറൻസ് അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ്, ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൂടെ നോക്കാം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് നോക്കി നോക്കുക, കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് നോക്കുക. ദെൻ നെക്സ്റ്റ് വെയർഹൗസിൻ്റെ ടൈപ്പ്, അതേപോലെ തന്നെ വെയർഹൗസിൻ്റെ ഫങ്ഷൻസ് കൂടെ ഈ ഒരു ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അടുത്തത് ചാപ്റ്റർ നമ്പർ 5 ആണ്. ചാപ്റ്റർ നമ്പർ 5 എന്ന് പറയുന്നത് എമർജിങ് ട്രെൻഡ്സ് ആണ്. അതായത് പുതിയ കാല രീതികൾ, എമർജിങ് ട്രെൻഡ്സ് ഇൻ ബിസിനസ് എന്നാണ്. അതായത് പുതിയ കാല രീതികളാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇ കൊമേഴ്സ് എന്താ, ഈ ബിസിനസ് എന്താ. നമ്മൾ നോർമൽ ചെയ്യുന്ന ബിസിനസ്സിനെ ഇലക്ട്രോണിക് ഡിവൈസും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതിനാണ് ഈ ബിസിനസ് എന്ന് പറയാം. നെക്സ്റ്റ് ഈ ബിസിനസ് സംവിധാനം നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബിസിനസ് നിന്ന് കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതേപോലെ കസ്റ്റമർക്ക് തന്നെ, അതേപോലെ തന്നെ ഇൻട്രാ ബി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ ബിസിനസ്സിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് നമ്മൾ സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഭാഗം പലപ്പോഴും ചോദിക്കുന്നതാണ്. ഈ കഴിഞ്ഞതിനൊക്കെ കണ്ടിട്ടില്ലേ, ഈ ക്രിസ്മസ് എക്സാമിനൊക്കെ പല എക്സാമ്പിൾ തന്നിട്ട് അത് B2B ആണോ, അത് B2C ആണോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ദെൻ ഈ ചാപ്റ്ററിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗം ഇതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗം നമ്മൾ നോർമൽ കാണുന്ന നമ്മളെ ട്രഡീഷണൽ ബിസിനസ്സും അതേപോലെ ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ ഒരു ഡിഫറൻസ് പലപ്പോഴും ചോദിക്കുന്നത് കാണാം. ഇക്കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പലപ്പോഴും മെയിൻ എക്സാമിനും ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ട് കാണുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ
ട്രഡീഷണൽ ബിസിനസ് തുടങ്ങാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, ഇത് സിമ്പിളാണ്, വൈഡ് റീച്ച് ഇത് ഡിഫിക്കൽട്ടാണ്, ഇത് സിമ്പിളാണ് എന്നുള്ള രീതിയിലൊക്കെ, അതായത് പേഴ്സണൽ ഇൻട്രാക്ഷൻ്റെ ആവശ്യമുണ്ടോ, ഇവിടെ ഇല്ല, ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള സിമ്പിളായിട്ട് നമുക്ക് നോർമലി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എല്ലാ മക്കളും എല്ലാവരും നമ്മളിപ്പോൾ നോർമലി പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഓൺലൈനായിട്ട് വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ സുപരിചിതമായതുകൊണ്ട് നമുക്കതിൻ്റെ പിന്നെ അതിൽ വരുന്നത് അതിൻ്റെ സ്റ്റെപ്സാണ്. അതായത് പിന്നെ ആദ്യം നമ്മൾ ആ വെബ്സൈറ്റിൽ കയറുന്ന സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം രജിസ്ട്രേഷൻ ആണ്, ദെൻ രണ്ടാമത്തത് ആ പ്രൊഡക്റ്റിന് ഒരു ഓർഡർ പ്ലേസ് ചെയ്യലാണ്, അതിനുശേഷം പിന്നീട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ഭാഗം ഈ ഏതൊക്കെ രീതിയിൽ പേയ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യാറുള്ളത് ഒന്ന് ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ആ ഈ സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ UPI ഉപയോഗിക്കാം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, വാലറ്റ് എന്നൊക്കെ പറയുന്ന പല സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, അത് ഓർത്ത് വെക്കുക. അതിപ്പം ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഓൺലൈൻ ഡെലിവറി ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ചാൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ഏതൊക്കെയാണെന്നുള്ള രീതിയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗവും സിമ്പിളായിട്ടുള്ളതാണ്, നിങ്ങൾ അറിയുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്ക് മുതൽ 6 മാർക്കിൻ്റെ വരെ ചോദ്യമാണ് ആവർത്തിച്ചിട്ടുണ്ടാവാറുള്ളത്. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ഈ ബിസിനസ്സിൻ്റെ കുറച്ച് ബെനിഫിറ്റാണ്, അതായത് കൺവീനിയൻസ് ആണ്, സ്പീഡാണ്, വൈഡ് റീച്ച് എന്നുള്ള രീതിയിലൊക്കെയുള്ള കുറച്ച് അതിൻ്റെ പിന്നെ ബെനിഫിറ്റുകൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ എമർജിങ് ട്രെൻഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് മാക്സിമം ഈ പറഞ്ഞതുപോലെ 5 മാർക്ക് മുതൽ 6 മാർക്കിൻ്റെ ചോദ്യമാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 6 ആണ്. ചാപ്റ്റർ നമ്പർ 6 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആണ്. അതായത് ഒരു ബിസിനസ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ് മാനിന് സൊസൈറ്റീനോടുള്ള ഒബ്ലിഗേഷൻ, ഒരു ഉത്തരവാദിത്തത്തെയാണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. അപ്പോൾ ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്തിന് ആ ഒരു ടേം നോക്കി വെക്കുക. പലപ്പോഴും പിന്നെ ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളത്, മെയിൻ എക്സാമിനും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആ ഒരു ഉത്തരവാദിത്തം ഉണ്ട് ഇല്ല എന്ന് 2 രീതിയിലുള്ള അഭിപ്രായം പിന്നെ ആ ഒരു ചാപ്റ്ററിൽ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റും കാണാം, ആർഗ്യുമെൻറ്റ് സപ്പോർട്ടായിട്ടും കാണാം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ദ നെക്സ്റ്റ്, ഏതൊക്കെ ടൈപ്പ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഏതൊക്കെ ടൈപ്പ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് ലീഗൽ റെസ്പോൺസിബിലിറ്റി, അതേപോലെ എത്തിക്കൽ ബിസിനസ് റെസ്പോൺസിബിലിറ്റി, അതേപോലെ തന്നെ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ഈ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതാണ്. ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം വളണ്ടറി ആയിട്ട്, അതായത് എന്തെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ ലാസ്റ്റ് നമ്മൾ നടന്നിട്ടുള്ള ഈ പിന്നെ ക്ലൈമറ്റ് പ്രശ്നങ്ങൾ, അതായത് പിന്നെ ചൂരൽ മലയൊക്കെ നടന്നിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൽ എല്ലാവരും കൂടെ സഹായിക്കുന്ന ഒരു സാധനം വളണ്ടറി ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അപ്പോൾ ഇക്കഴിഞ്ഞതിന് ഒരു എക്സാമ്പിൾ തന്നു, ഒരാൾ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷന് സപ്പോർട്ട് ചെയ്യുന്ന എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ടൈപ്പ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ്. ദെൻ നെക്സ്റ്റ്, ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് പല ആൾക്കാരോട്, അതായത് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്, അവരോടുള്ള റെസ്പോൺസിബിലിറ്റി, അതായത് ഓണേഴ്സിനോട്, അതേപോലെ പിന്നെ അതേപോലെ കസ്റ്റമറോട്, അതേപോലെ എംപ്ലോയീസിനോട്, അതേപോലെ ഇങ്ങനെ പിന്നെ ഗവൺമെൻറ്റിനോട് എന്തൊക്കെയാണ് ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട്. അതായത് ഓണേഴ്സിനോട് കൃത്യമായിട്ടുള്ള റിട്ടേൺ കൊടുക്കുക, ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക, അതേപോലെ തന്നെ റീസണബിൾ പ്രൈസ് ചാർജ് ചെയ്യുക, എംപ്ലോയീസിന് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുക, നല്ല വർക്കിംഗ് കണ്ടീഷൻ ചെയ്യുക, ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ടാക്സ് അടക്കുക, ഗവൺമെൻറ് നടത്തുന്ന പദ്ധതികളിലുള്ള നമ്മളും കൂടെ ഭാഗമാക്കുക എന്നുള്ള രീതിയിൽ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനോടുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് അതായത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന പോയിന്റുകൾ തന്നെയാണ്. ഈ ഒരു ഭാഗവും കൂടെ നിർബന്ധമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദ നെക്സ്റ്റ്, അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ ബിസിനസ് എത്തിക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണ് ബിസിനസ് എത്തിക്സ് എന്നാണ്. അതായത് മോറൽ പ്രിൻസിപ്പിൾസ് ഫോളോഡ്, അതായത് ഒരു ബിസിനസ്മാൻ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് മോറലായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുക. അപ്പോൾ നോർമൽ എത്തിക്കൽ പ്രാക്ടീസും കാണാം,
പിന്നെ അതേപോലെ അണത്തിക്കൽ പ്രാക്ടീസും കാണാം. അതായത് നമ്മൾ ചെയ്യേണ്ടത്, അതായത് റീസണബിൾ ചാർജ് മാത്രം ചാർജ് ചെയ്യുക, ചൂഷണം ചെയ്യാതിരിക്കുക, ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുക, ഇതൊക്കെയാണ് എത്തിക്കൽ പ്രാക്ടീസ്. ഇതേപോലെ നമ്മൾ ഈ ഒരു സൈഡ് നോക്കേണ്ടത് അണത്തിക്കൽ പ്രാക്ടീസാണ്, അങ്ങനെ പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്. ദെൻ നെക്സ്റ്റ് ഈ ഒരു ഭാഗത്ത് പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ ചർച്ച ചെയ്യുന്നത് ഈ എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനാണ്. അതായത് നമ്മൾ മാത്രം ജീവിച്ചു പോയാൽ പോരാ, വരും തലമുറക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കാര്യങ്ങൾ അവരിലൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് നെക്സ്റ്റ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ പിന്നെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും ചോദിച്ചിട്ടുള്ളത് ഈ പിന്നെ എൻവിയോൺമെൻറ്റൽ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സെമിനാർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായത്. ആ ലെവലിൽ അതായത് എൻവിയോൺമെൻറ്റ് എന്താണ്, എന്തിനാണ് എൻവിയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാരണം എന്നുള്ള രീതിയിലുള്ള ഒരു ഭാഗവും കൂടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗവും നിർബന്ധമായിട്ട് നോക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പിന്നെ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ദെൻ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഡിഫറൻസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, ദെൻ ബിസിനസ് എത്തിക്സിൽ എത്തിക്സ് എന്തൊക്കെ, അണത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ, ദെൻ നെക്സ്റ്റ് എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ, എന്തുകൊണ്ടൊക്കെയാണ് എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്നും 6 മാർക്ക് മുതൽ 7 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാകുക. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 7 ആണ്. ചാപ്റ്റർ നമ്പർ 7 ഫോർമേഷൻ ഓഫ് എ കമ്പനിയാണ്. ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ അതിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊമോഷൻ, നെക്സ്റ്റ് ഇൻകോർപ്പറേഷൻ, അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ. ഈ 3 സ്റ്റെപ്പിലൂടെയാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് അത് കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 8 മാർക്ക് മുതൽ 10 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും ഉണ്ടാവും. കാരണം ബേസിക്കലി ഇത് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊമോഷനാണ്, രണ്ടാമത്തെ ഇൻകോർപ്പറേഷനാണ്. അപ്പം പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്രൊമോഷൻ. അതായത് ഏത് ടൈപ്പ് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുക. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷനാണ്. അത് രജിസ്റ്റർ ചെയ്യുന്നതും. ഇനി പബ്ലിക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്താൽ ആ പബ്ലിക് കമ്പനിക്ക് മാത്രമുള്ള ഒരു മൂന്നാമത്തെ സ്റ്റേജാണ്, പബ്ലിക് കമ്പനിക്ക് മാത്രമാണ് ഇതുണ്ടാവുക, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ ഉണ്ടാവുക. അതേ സ്ഥാനത്ത് അതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പബ്ലിക്കിൽ നിന്ന് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് പ്രൊമോഷൻ നടത്തുന്ന ആളുടെ പേര് പ്രൊമോട്ടറാണ്. അത് നോക്കുക. ഹു ഈസ് എ പ്രൊമോട്ടർ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടറും ചോദിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആദ്യം നോക്കേണ്ടത് ഈ പ്രൊമോട്ടറുടെ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ പ്രൊമോട്ടറുടെ ഫംഗ്ഷനിൽ അയാൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അതേപോലെ ഫീസിബിലിറ്റി സ്റ്റഡി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം നോക്കി വെക്കുക. അതിൽ ആ ഫീസിബിലിറ്റി സ്റ്റഡി ഉണ്ടല്ലോ, അതായത് നമ്മളൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രൊജക്റ്റ് നടക്കുമോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയാം. അപ്പോൾ ആ ഫീസിബിലിറ്റി നമ്മൾ ടെക്നിക്കൽ ഫീസിബിലിറ്റി, അതേപോലെ എക്കണോമിക് ഫീസിബിലിറ്റി എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ഫീസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാറ്. ആ ഒരു ഭാഗം കൂടെ നോക്കി വെക്കുക. കാരണം അത് പലപ്പോഴും 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ഇത് ചോദിച്ചു കാണുന്നത്, എന്താ ഈ ഫീസിബിലിറ്റി സ്റ്റഡി, ഏതൊക്കെ ടൈപ്പ് ഫീസിബിലിറ്റിയാണ് ചെക്ക് ചെയ്യാറുള്ളത് എന്നുള്ളത് ചോദിക്കുന്നത് കാണാറുണ്ട്. ദെൻ നെക്സ്റ്റ് ബാക്കിയുള്ള ഫങ്ഷൻസ് കൂടെ നോക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷനാണ് ഇൻകോർപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഏകദേശം 5ഓളം ഡോക്യുമെൻറ്റ്സ്, അതായത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള 5 ഡോക്യുമെൻ്റ്. അതിൽ ഒന്നാമത്തെ ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, രണ്ടാമത്തേതാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഇങ്ങനെ 5 എണ്ണം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഈ MOA ആണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ MOA എന്ന് പറയുക. അപ്പോൾ MOA എന്താണെന്നുള്ളതും MOAൻ്റെ ക്ലോസസും, അതായത് ഒബ്ജക്റ്റ് ക്ലോസ്, അതേപോലെ നെയിം ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ് എന്നെല്ലാം പറയുന്ന 5ഓളം ക്ലോസ്, ഇത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണമെന്ന്. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് ചില സമയങ്ങളിൽ essay ചോദിക്കാറുണ്ട്. അപ്പോൾ essay ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാറുള്ളത് ഈ ഡോക്യുമെൻറ്റിൽ MOA എന്താണെന്നുള്ളതും ആ MOAയുടെ ക്ലോസസുകളെ കുറിച്ചൊക്കെയാണ് ഈ ഭാഗത്തു നിന്ന് ചോദിക്കുക. രണ്ടാമത്തേത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അങ്ങനെ പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ സ്ഥാപനം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്നതിനാണ് നമ്മൾ AO എന്ന് പറയുക. അപ്പോൾ ആ AOAയും MOAയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കുന്നത്. അപ്പം പ്രൊമോഷൻ നടത്തുന്ന ആൾ പ്രൊമോട്ടറുടെ ഫംഗ്ഷൻ, അതിൽ ഫീസിബിലിറ്റി സ്റ്റഡി പ്രത്യേകം ശ്രദ്ധിക്കുക. ദ നെക്സ്റ്റ് ഡോക്യുമെൻറ്റിൽ MOA ശ്രദ്ധിക്കുക. ദ നെക്സ്റ്റ് ഇൻകോർപ്പറേഷൻ ആണ്. ഇൻകോർപ്പറേഷൻ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്താൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയും. നെക്സ്റ്റ് വൺ പബ്ലിക് കമ്പനിയാണ്. ഇത് രണ്ടും പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഈ 2 സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ. പബ്ലിക് കമ്പനി ആണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് എ ക്യാപിറ്റൽ ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കേണ്ടത് പബ്ലിക്കിൽ നിന്ന് ക്യാപിറ്റൽ
സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത്. അതായത് സെബിൻ്റെ അപ്രൂവൽ നടത്തുക, പിന്നെ പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യുക, അതേപോലെ തന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻ നടത്തുക. ഈ രീതിയിലുള്ള കുറച്ച് ഫങ്ഷൻസ് അവിടെ പറയുന്നുണ്ട്, അതിൻ്റെ സ്റ്റെപ്സ് അവിടെ പറയുന്നുണ്ട്. ഈ സ്റ്റെപ്സും കൂടെ നിർബന്ധമായിട്ട് നോക്കുക. ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള, അതായത് ഇതിലാകെ ഇത്രേ പഠിക്കാനുള്ളൂ. പ്രൊമോഷൻ, പ്രൊമോട്ടറുടെ ഫംഗ്ഷൻ, ഡോക്യുമെൻറ്റിൽ MOA, AOA, ദെൻ നെക്സ്റ്റ് വൺ ഇൻകോർപ്പറേഷൻ എന്താണ്, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റലിൻ്റെ സമയത്ത് അതിൻ്റെ സ്റ്റെപ്പുകൾ. ഇത്രയും പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 8 മുതൽ 10 വരെ മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 8 ആണ്, അതായത് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, പിന്നെ ബിസിനസ് ഫിനാൻസ് എന്ത്, ബിസിനസ് ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത്, അതെന്തായാലും നോക്കി വെക്കേണ്ട ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ബിസിനസ് ഫിനാൻസിനെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡ്യൂറേഷൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും, പിന്നെ സോഴ്സ് ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് അതേപോലെ തന്നെ പിന്നെ ബോറോഡ് ഫണ്ടാണോ ഓൺഡ് ഫണ്ടാണോ എന്നുള്ള രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ള രീതി, അതായത് 3 രീതിയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഏകദേശം 11ഓളം സോഴ്സുകളെ കുറിച്ച് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ 11 സോഴ്സുകൾ ഏതൊക്കെയാണ്? അതിലൊന്ന് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പറാണ്, ട്രേഡ് ക്രെഡിറ്റ് ആണ്, ലീസ് ഫിനാൻസ് ആണ്, ഇഷ്യൂ ഷെയർസ് ആണ്, ഡിബെഞ്ചർ ആണ്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ. ഇങ്ങനെയുള്ള 11ഓളം ഡോക്യുമെൻറ്റിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഈ 11 എണ്ണത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 3 ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ഓൺഡ് ഫണ്ടാവാം, മേ ബി ബോറോഡ് ഫണ്ടാവാം. ഇനി ഈ ഫണ്ടിനെ തന്നെ ലോങ് ടേം, ഷോർട്ട് ടേം, മീഡിയം ടേം എന്നുള്ള രീതിയിൽ തിരിക്കാൻ പറ്റും. നെക്സ്റ്റ് അതേപോലെ തന്നെ ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ചെയ്യേണ്ടത് ഈ 11 സോഴ്സുകളെക്കുറിച്ചും നിർബന്ധമായിട്ട് അതിൻ്റെ ഒരു മീനിങ് നമുക്ക് അറിഞ്ഞിരിക്കണം 11 എണ്ണത്തിന്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില സോഴ്സുകൾ, അതിൻ്റെ മെറിറ്റും കൂടെ നമ്മൾ നോക്കി വെക്കേണ്ടി വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അതേപോലെ തന്നെ കൂടുതൽ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലീസ് ഫിനാൻസ്, ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് അതേപോലെ തന്നെയാണ് ഡിബെഞ്ചർ, ദെൻ നെക്സ്റ്റ് വൺ കൊമേഴ്ഷ്യൽ പേപ്പർ. ഈ 5 എണ്ണമാണ് ഈ 11 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു 5 എണ്ണത്തിന് ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നേരത്തെ ചാപ്റ്റർ പോലെ തന്നെ 8 മുതൽ 10 മാർക്കിൻ്റെ വരെ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം നമുക്ക് സുഖമായിട്ട് പിന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള സോഴ്സാണ്. ഈ സോഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലും കൂടെ ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് ഏത് സോഴ്സ് ഓഫ് ഫണ്ടാണ് നല്ലത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സോഴ്സിനെ കുറിച്ചും ഫെമിലിയർ ആകുക. അതായത് ഒരു 2 മാർക്കിന് ഏത് സോഴ്സിനെ കുറിച്ചും 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പാകത്തിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സുകളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ മീനിങ് പ്ലസ് പിന്നെ അതിൻ്റെ മെറിറ്റ് കൂടെ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 8. 9ാമത്തെ ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 9, MSMEനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ മീഡിയം, സ്മോൾ, മൈക്രോ എൻ്റർപ്രൈസസിനെയാണ്. നെക്സ്റ്റ് അടുത്തത് ചാപ്റ്റർ നമ്പർ 9 ആണ്, MSME, മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസിനാണ്. അതിൽ എന്താണ് മൈക്രോ, എന്താണ് സ്മോൾ, എന്താണ് മീഡിയം, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ടേൺ ഓവറിൻ്റെയും ബേസിലുള്ളൊരു കള്ളി ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കോളം നിർബന്ധമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദ നെക്സ്റ്റ് ചില ടൈപ്പ് ഇൻഡസ്ട്രികളെക്കുറിച്ച്, അതായത് കോട്ടേജ് ഇൻഡസ്ട്രി, വില്ലേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതൊക്കെ സിമ്പിളായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ട്രഡീഷണലായിട്ട് നമ്മൾ കാണുന്ന ടൈപ്പ് ഇൻഡസ്ട്രികളെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. അതൊക്കെ 2 മാർക്കിന് വാട്ട് ഈസ് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് ചോദിച്ചാൽ എഴുതാൻ ഭാഗത്തിൽ അതിനെ നോക്കി വെക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഈ ചാപ്റ്ററിൽ 5 മുതൽ 6 മാർക്കിൻ്റെ ചോദ്യമാണ് നോർമലി ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൽ പലപ്പോഴും ചോദിക്കുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അത് ഒന്ന് റോൾ ഓഫ് MSMEയും രണ്ടാമത്തത് പ്രോബ്ലംസ് ഓഫ് MSME ആണ്. ഇത് നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടാവണം. അതിൽ ഒന്ന് റോൾ ഓഫ് MSME ആണ്. അതായത് റോൾ ഓഫ് MSME നമ്മളെ നാട്ടിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നു, പിന്നെ അതേപോലെ തന്നെ റീജിയണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ കുറേ റോൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അത് പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് 4 മാർക്ക് 5 മാർക്കിൻ്റെ വരെയാണ് മാക്സിമം ചോദിക്കുക. അതുകൊണ്ടുള്ള നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു 4-5 മാർക്ക് ലെവലിലേക്ക് ഈ ഒരു ഭാഗത്ത് നിർബന്ധമായിട്ട് നോക്കുക. അതേപോലെ പ്രോബ്ലംസ്, ഇവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ആവശ്യമായിട്ടുള്ള ഫണ്ടില്ലാത്തത്, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇല്ലാത്തത്,
മാനേജറിയൽ സ്കില്ലില്ലാത്തത്, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡ് എന്നൊക്കെ പറയുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു ഭാഗവും നിർബന്ധമായിട്ട് നോക്കി വെക്കുക. ഇതാണ് MSME കുറിച്ച് അടിസ്ഥാനമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം. അതേപോലെ ഈ ഒരു ചാപ്റ്ററിൽ അടുത്തത് വരുന്നത് എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ചാണ്. എൻ്റർപ്രണർഷിപ്പിൽ എന്താണ് എൻ്റർപ്രണർഷിപ്പ് എന്ന്, അതൊരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഫോളോ ചെയ്യുന്നതിനാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുക. ഒരു നല്ല എൻ്റർപ്രണർഷിപ്പ് ആണെങ്കിൽ ആ എൻ്റർപ്രണർഷിപ്പിന് ഉണ്ടാകുന്ന കുറച്ച് ഗുണങ്ങൾ, അതിനാണ് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുക. അങ്ങനെ പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിരിക്കും, ഇന്നോവേറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നുണ്ട്. ഇതും നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് റോൾ ഓഫ് MSME, രണ്ടാമത്തത് പ്രോബ്ലം, ദെൻ എൻ്റർപ്രണർഷിപ്പ്, എൻ്റർപ്രണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ IPR എന്താണെന്നുള്ളതാണ് അടുത്തൊരു മാറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. സാധാരണ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, പ്രോപ്പർട്ടിൻ്റെ മേലുള്ള റൈറ്റ്, അതായത് ഒരു വസ്തുവിൻ്റെ മേലുള്ള അവകാശം നേടുന്നത് പോലെ ഇൻ്റലക്ച്വലി നമ്മൾ ബുദ്ധിപരമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളുടെ മേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ഏറ്റെടുക്കാൻ പറ്റും. ഇതിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പോൾ ഇതിൽ പറയുന്നത് ടൈപ്പ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പി റൈറ്റ്, പാറ്റൻറ്റ് പോലത്തെ കുറച്ച് ടേമുകൾ അവിടെ നോക്കി വെക്കുക. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ഇത്രയും നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 5 മുതൽ 6 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 10 ആണ്. ചാപ്റ്റർ നമ്പർ 10 അതായത് ഇൻറ്റേർണൽ ട്രേഡിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്നാണ് 100% ഒരു എസ്സേ ഉണ്ടാവുക. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 10 മാർക്ക് മുതൽ 14 മാർക്കിന് വരെ ചോദ്യം ഉണ്ടാകുന്നൊരു ചാപ്റ്റർ കൂടിയാണ് ഈ ഒരു ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് വലിയൊരു ചാപ്റ്റർ കൂടിയാണിത്. അതായത് അതിൽ ഇൻറ്റേർണൽ ട്രേഡ് എന്താണെന്നുള്ളതാണ് ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത്. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കച്ചവടം. അതിന് നമ്മൾ ചാപ്റ്റർ നമ്പർ തുടക്കത്തിൽ തന്നെ കൊമേഴ്സിന് ട്രേഡ്, എയ്ഡ്സ് ടു ട്രേഡിനെ ഇൻറ്റേർണൽ ട്രേഡ് എന്നുള്ള രീതിയിൽ നമ്മളവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇൻറ്റേർണൽ ട്രേഡ് 2 രീതിയിലുള്ളത്, അതായത് ഹോൾസെയിലും റീറ്റെയിലും. അതാണ് ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ ഒരു ചാർട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ ഹോൾസെയിലർ, അതേപോലെ തന്നെ നെക്സ്റ്റ് റീറ്റെയിലർ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന ആളാണ് നമ്മളെ കസ്റ്റമർ. ഇങ്ങനെ ഇവർ ഈ ഹോൾസെയിലർ ആരോടാണ് വാങ്ങുക, പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനികളോടാണ് വാങ്ങുക. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പം തന്നെ ഹോൾസെയിലർ കണക്ട് ചെയ്തിട്ടുള്ളത് റീറ്റെയിലറോടാണ് ഒന്ന്. അതേപോലെ തന്നെ ഹോൾസെയിലർ കണക്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സിനോടാണ്. അപ്പോൾ ഈ ഹോൾസെയിലർ എന്തൊക്കെയാണ് ഇയാൾക്ക് ചെയ്തു കൊടുക്കുന്നത്, ഹോൾസെയിൽ എന്തൊക്കെയാണ് റീറ്റെയിലർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. അതിനുശേഷം റീറ്റെയിലർ കണക്ട് ചെയ്യുന്ന ഒന്ന് ഹോൾസെയിലറോടും ഒന്ന് കസ്റ്റമറോടാണ്. അപ്പോൾ റീറ്റെയിലർ എന്തെല്ലാം സർവീസാണ് ഹോൾസെയിലർക്ക് ചെയ്തു കൊടുക്കുന്നത്, റീറ്റെയിലർ എന്തെല്ലാം സർവീസാണ് കസ്റ്റമേഴ്സ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത്. അതിനുശേഷം ഈ റീറ്റെയിൽ ഷോപ്പുകളെ, നമ്മൾ നാട്ടിൽ കാണുന്ന മുഴുവൻ റീറ്റെയിൽ ഷോപ്പുകളെയും 2ആക്കി തിരിക്കുന്നുണ്ട്. അതായത് ഒന്ന് ഇറ്റിനറൻ്റ് എന്നുള്ള രീതിയിൽ, ഇറ്റിനറൻ്റ് എന്ന് പറഞ്ഞാൽ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളതിനെയും, രണ്ടാമത്തത് ഫിക്സ്ഡ് ഷോപ്പ് എന്നുള്ള രീതിയിലും. അങ്ങനെ 2 രീതിയിലാണ് ഇൻറ്റേർണൽ അതായത് റീറ്റെയിൽ ഷോപ്പുകളെ തരംതിരിക്കുന്നത്. അതിൽ ഇറ്റിനറൻ്റ് അതായത് മൂവ് ചെയ്യുന്ന ടൈപ്പിനെ നമുക്ക് 4ആക്കി തിരിക്കാം. ഹോക്കേഴ്സ്, പെഡലേഴ്സ് എന്നൊക്കെ പറയുന്ന സ്ട്രീറ്റ് സ്റ്റാൾ പോലത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇറ്റിനറൻ്റ്. അതായത് മൂവ് ചെയ്യുന്ന ടീം. അതായത് ഒരു സ്ഥലത്ത് ഒരു പെർമനൻറ്റ് സ്ഥലം ഉണ്ടാവില്ല, അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഫിക്സ്ഡ് ഷോപ്പാണ്. ഈ ഫിക്സ്ഡ് ഷോപ്പിനെ എഗെയിൻ 2ആക്കി തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലാർജ് സ്കെയിലുണ്ട്, സ്മോൾ സ്കെയിലുണ്ട്. അതിൽ ഈ ലാർജ് സ്കെയിലിൽ 6 രീതിയിലുള്ള സ്ഥാപനങ്ങളെ ലാർജ് സ്കെയിലും സ്മോൾ സ്കെയിലിൽ ഒരു 4 രീതിയിലുള്ള സ്ഥാപനങ്ങളെ സ്മോൾ സ്കെയിലും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, അതായത് ഒന്നാമത്തത് ഈ പറഞ്ഞതുപോലെ റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സിനോടും കസ്റ്റമേഴ്സിനോടും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതും, ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിനോടും അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനോടും എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഒന്നാമത് നോക്കേണ്ടത്. രണ്ടാമത്തത് ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ടൈപ്പുകളും ഈ ഹോക്കേഴ്സ്, പെഡലേഴ്സ് പോലത്തെ ആ ടൈപ്പുകളും നിർബന്ധമായിട്ട് നോക്കണം. പലപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തത് ഇതിൽ ഫിക്സഡിൽ സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലുണ്ട്. ഈ ലാർജ് സ്കെയിലിൽ വരുന്നതാണ് ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറ്, മൾട്ടിപ്പിൾ സ്റ്റോറ്, അതേപോലെ സൂപ്പർ മാർക്കറ്റ്. ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും മെസ്സേജ് ചോദിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ ഒരു കുടക്കീയിൽ തന്നെ എല്ലാം വരുന്ന സിസ്റ്റം ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് അത് സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ കുറേ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഡീമെറിറ്റ്സും പറയുന്നുണ്ട്, മെറിറ്റും പറയുന്നുണ്ട്, ഡീമെറിറ്റും. അപ്പോൾ
അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ലാർജ് സ്കെയിലിൻ്റെ ഭാഗത്തു നിന്നാണ് പലപ്പോഴും മെസ്സേജ് ചോദിക്കുന്നത്. അത് നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ, മൾട്ടിപ്പിൾ സ്റ്റോർ, അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, ഈ മൂന്നെണ്ണത്തിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക, പലപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ദെൻ സ്മോൾ സ്കെയിലിൽ വരുന്ന സ്പെഷ്യാലിറ്റി ഷോപ്പ് പോലത്തെ ചില നമ്മുടെ നാട്ടിൽ നോർമൽ കാണുന്ന ടൈപ്പിനെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ എന്ന് പറയുക. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ഈ ലാർജ് സ്കെയിൽ മേഖല, അതായത് ലാർജ് സ്കെയിൽ, അതായത് വലിയ വലിയ ഓപ്പറേഷൻ നടത്തുന്ന ഈ ഒരു ടീമിൽ ഈ ഒരു ടീമിനെ കുറിച്ച് പഠിക്കലാണ് ഈ ഒരു മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 10 മുതൽ 14 മാർക്കിൻ്റെ വരെ ചോദ്യമാണ് ഈ ഒരു ഭാഗത്ത് നിന്നുണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രയും ഭാഗം, അതായത് ഇറ്ററൻ്റ് എന്താണോ അതിൽ 4 ടൈപ്പും, ലാർജ് സ്കെയിലിൽ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ, മൾട്ടിപ്പിൾ സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ്, അതെന്താണെന്നുള്ളതും അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും എന്താണെന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 10 മുതൽ 14 മാർക്ക് വരെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് +1 ബിസിനസ് സ്റ്റഡീസിലെ ലാസ്റ്റിലത്തെ ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 10, അതായത് ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറിച്ചാണ് ലാസ്റ്റിലത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ തുടങ്ങുമ്പം തന്നെ എന്താണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ, അത് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തെയാണ്. ദെൻ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഇൻ്റർനാഷണൽ ബിസിനസ്സും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം തന്നെ ഈ ചാപ്റ്റർ പലപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അതായത് ഇത് ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും, ഡൊമസ്റ്റിക് ആകുമ്പോൾ മറ്റത് രാജ്യങ്ങൾ തമ്മിലായിരിക്കും. ഇവിടെ ഒരേ കറൻസിയാണ് ഉപയോഗിക്കുക, ഡിഫറെൻറ്റ് കറൻസിയാണ് ഉപയോഗിക്കുക, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി ഉപയോഗിക്കുക, ഇവിടെ അതേപോലെ ഇവിടെ സെയിം സ്ട്രാറ്റജി ഉപയോഗിക്കുക എന്നുള്ള രീതിയിലുള്ള കുറേ ഡിഫറൻസ് പറയുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് നോക്കി വെക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വൺ പിന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് എൻട്രി ടു ഇൻ്റർനാഷണൽ ബിസിനസ് ആണ്. മോഡ്സ് ഓഫ് എൻട്രി ടു ഇൻ്റർനാഷണൽ ബിസിനസ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, കോൺട്രാക്ട് മാനുഫാക്ചറിങ്, അതേപോലെ തന്നെ പിന്നെ ഹോളി ഓൺഡ് സബ്സിഡറി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗവും നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്. ഇപ്പോൾ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ഇൻ്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം, രണ്ടാമത്തത് മോഡ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ്, ഇതും ഈ ഒരു ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ പറയുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സാണ്. എക്സ്പോർട്ട് നടത്തുന്ന സമയത്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മുടെ മുമ്പിലുള്ളത്, അതേപോലെ തന്നെ ഇമ്പോർട്ട് നടത്തുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഉള്ളതെന്ന് അത് ഡീറ്റെയിലിംഗ് ആണ്. പക്ഷേ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, പിന്നെ ബിൽ ഓഫ് ലാഡിങ് എന്ന് പറയുന്ന കുറേ ടേമുകളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കി വെക്കുക. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് 2 മാർക്കിനൊക്കെ. എന്താ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ആ എക്സ്പോർട്ട് ആർക്കാണോ നടത്തുന്നത് അവർ പേയ്മെൻറ്റ് നടത്തുമെന്ന് അവരുടെ ഒരു ബാങ്ക് ജാമ്യം നിൽക്കുന്നതിനാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻ്റ് ഇവിടെ പറയുന്നുണ്ട്. ആ ഡോക്യുമെൻ്റ് ഏതൊക്കെയാണെന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കി വെക്കുക. ഇത്രയും നോക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മുതൽ 6 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടാവുക. ആ ചോദ്യം നമുക്ക് കൃത്യമായിട്ട് കരസ്ഥമാക്കാൻ പറ്റും. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട്, അതായത് SA ലെവലിൽ ചോദിക്കുന്നുണ്ടെങ്കിലാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ SA ലെവലിലേക്ക് ഇതുവരെ വന്ന് കണ്ടിട്ടില്ല, കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം 5 മുതൽ 6 മാർക്കിൻ്റെ വരെ ചോദ്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന അതായത് മോഡ് ഓഫ് എൻട്രി വേണമെങ്കിൽ ഈ 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാം. ഇൻ്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ് തമ്മിലുള്ള ഡിഫറൻസും വേണമെങ്കിൽ 5-6 മാർക്കിന് ചോദിക്കാം. ദെൻ നെക്സ്റ്റ് 2 മാർക്കിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മൊത്തമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു മാർക്ക് ബേസിൽ ഓരോ ചാപ്റ്ററിനെ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ നമ്പർ 2 ആണ്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പറഞ്ഞത് 8 മുതൽ 12 മാർക്കിൻ്റെ വരെ ചോദ്യമുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 2. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ നമ്പർ 4. അതിൽ നിന്നും 8 മുതൽ ഒരു 12 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 7. ഈ ചാപ്റ്റർ നമ്പർ 7 നിന്ന് എഗെയിൻ 8 മുതൽ 12 മാർക്ക് വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇതേപോലെയാണ് ചാപ്റ്റർ നമ്പർ 8. ചാപ്റ്റർ നമ്പർ 8 പറയുമ്പോൾ ഒരു 6 മുതൽ 10 മാർക്ക് വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 10 ആണ്. ചാപ്റ്റർ നമ്പർ 10 ഒരു 12 മുതൽ 16 മാർക്ക് വരെ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് ടോട്ടൽ ചെയ്താൽ തന്നെ കാണാം, പിന്നെ 16, 10, 20, 30, 40, 50 റെഡി. ഈ ഒരു ഭാഗം നമുക്ക് ടോട്ടൽ ചെയ്താൽ തന്നെ കാണാം ഏകദേശം 60ഓളം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു 5 ചാപ്റ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് കാണാം.
ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇതാണ്, വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇനി പരക്കെ പഠിക്കുന്നതിന് പകരം കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് സ്പെസിഫിക് ആയിട്ട് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത ഓരോ ചാപ്റ്ററുകൾ ആ ഇമ്പോർട്ടൻറ്റുകൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നല്ലൊരു സ്കോറ് നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ കരസ്ഥമാക്കാൻ പറ്റും. പ്ലസ് ടുവിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ, അതേപോലെ +1 മറ്റുള്ള എല്ലാ സബ്ജക്റ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ബിസിനസ് സ്റ്റഡീസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇമ്പോർട്ടൻറ്റിനെ നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നല്ല രീതിയിൽ എക്സാം നേടുക. എല്ലാവരും നല്ല മാർക്കോടുകൂടെ, ഫുൾ A+ കുറയാത്ത നല്ലൊരു മാർക്കോടുകൂടെ ഈ ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ വേണ്ടി പറ്റട്ടെ എന്നും കൂടെ പ്രതീക്ഷിക്കുന്നു. വാച്ച് ചെയ്തതിന് നന്ദി.